പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം കേൾക്കുന്നതായ ദൈവവചനം സൗന്ദര്യത്തെക്കുറിച്ചാണ്. ഒരു ശിശു പിറക്കുമ്പോൾ അവരുടെ അതിൻ്റെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും ആദ്യം അവരുടെ മനസ്സിൽ അവർ ശ്രദ്ധിക്കുന്നത് കുഞ്ഞ് ഇരുണ്ടതാണോ, വെളിച്ചമുള്ളതാണോ, വെളുത്തതാണോ, കറുത്തതാണോ, പ്രകാശമുള്ളതാണോ, രൂപഗുണം എങ്ങനെയുണ്ട്, അതിനുശേഷമാണോ ആണോ പെണ്ണോ എന്നുള്ള കാര്യം പോലും അവർ ചിന്തിക്കുക. അങ്ങനെയാണ് ലോകം. കാരണം മനുഷ്യൻ്റെ മനസ്സെപ്പോഴും സൗന്ദര്യത്തിൽ അത്രത്തോളം ആകൃഷ്ടരാണ്. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം കർത്താവ് നമുക്ക് വീണ്ടും ഈ ഭൂമിയിൽ ദാനമായി തന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റിക്കോസ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവിനെ നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ്റെ നാമത്തെ ഇഷ്ടപ്പെടുന്നു. അവനോട് നമുക്ക് വളരെയധികം പ്രിയമുണ്ട്. അവൻ്റെ നാമത്തെ ലോകത്തിൽ എല്ലായിടത്തും നാൽക്കവലുകളിലും ഏത് ദേശങ്ങളിലും ഉയർത്തുവാനും പാടുവാനും പുകഴ്ത്തുവാനും സാക്ഷിപ്പാനും നമുക്ക് വളരെ സന്തോഷമുള്ള ഹൃദയമുള്ളവരാണ്. നമ്മൾ വാസ്തവമായി യേശുവിനെ സ്നേഹിക്കുന്നു. അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്തിനു പറയുന്നു? അവന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ ലക്ഷോപലക്ഷങ്ങൾ ലോകത്തിൽ കാത്തിരിക്കുന്നുണ്ട്, അവസരം കാത്തിരിക്കുന്നുണ്ട്. യേശുവിനെ നമ്മൾ വ്യക്തിപരമായി ആരും തന്നെ ദർശിച്ചിട്ടില്ല. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രൂപഗുണത്തെക്കുറിച്ച് അധികമൊന്നും പ്രകീർത്തിച്ചിട്ടില്ല, നമ്മളോട് വിശദീകരിച്ചിട്ടുമില്ല. അങ്ങനെ ശിഷ്യന്മാരിൽ നിന്ന് യേശുവിൻ്റെ രൂപഗുണത്തെക്കുറിച്ചും അല്ലെങ്കിൽ സൗന്ദര്യത്തെക്കുറിച്ചൊന്നും നമുക്ക് വ്യക്തമായി ഒരു കാഴ്ചപ്പാട് ലഭിക്കാൻ നിർവാഹമില്ല. പിന്നെ പ്രവാചകന്മാർ താൻ എങ്ങനെയുള്ളവനായിരിക്കും എന്നൊരു ഏകദേശ രൂപം നമുക്ക് തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വളരെ നല്ലൊരു വിശകലനം നമ്മുടെ മുൻപിൽ തന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാനം, അവന് രൂപഗുണം ഇല്ല, അവന് കോമളത്വമില്ല, ആര് കണ്ടാലും ഇഷ്ടപ്പെടത്തക്കതായ ഒരു സൗന്ദര്യശേഷിയൊന്നും യേശുവിനില്ല. എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോടൊരു ചോദ്യം ഈ പ്രഭാതത്തിൽ ചോദിക്കുകയാണ്. ആ യേശു ആ രൂപത്തിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ യേശുവിനോടുകൂടെ ചങ്ങാത്തം കൂടുമോ? നിങ്ങളുടെ സ്നേഹിതനായ യേശുവിനെ അംഗീകരിക്കുമോ? ഭാര്യയായി ഭർത്താവായി നിങ്ങൾ പാടുന്ന പാട്ടുകൾക്കനുസരിച്ചതുപോലെ ഒരു സ്വീകരണം നിങ്ങളുടെ ഹൃദയത്തിൽ യേശുവിന് കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കില്ല. നിങ്ങൾ ആരും അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് കണ്ടാൽ ഇഷ്ടപ്പെടത്തക്ക യോഗ്യതകളൊന്നുമില്ലാത്ത ഒരുവനെ സ്നേഹിക്കുവാനും ഒരുവനെ ആലിംഗനം ചെയ്യുവാനും അവനോടൊപ്പം നിൽക്കുവാനും വസിക്കുവാനും ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമല്ല മനുഷ്യരുടെ മുൻപിലുള്ളത്. അവർ സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്നു, സൗന്ദര്യത്തെ കാക്ഷിക്കുന്നു. മനുഷ്യരുടെ ഹൃദയം മുഴുവനും സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതായ ഒരു ഓട്ടമാണ്. സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതായ കാര്യം. ദൈവം കൊടുത്ത സൗന്ദര്യത്തിൽ അവർക്ക് തൃപ്തിയില്ല. വീണ്ടും വീണ്ടും സൗന്ദര്യം അവർ കൂട്ടുന്നതിന് വേണ്ടി ഓടുകയാണ്. അനേകർക്ക് ദൈവം സൗന്ദര്യവതികളെ സുന്ദരികളായും സുന്ദരന്മാരായും ഈ ഭൂമിയിൽ അവർക്ക് അവതരണം കൊടുത്തു, ഒരു ജന്മം കൊടുത്തു. പക്ഷെങ്കിൽ ഭൂരിപക്ഷം പേരുടെയും സൗന്ദര്യം അവരുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാത്ത ഒരു സംഗതിയായി അവർക്ക് ഭവിക്കുകയുണ്ടായി. എത്രയോ സുന്ദരന്മാർ ജീവിതത്തിൽ സമാധാനം ലഭിക്കാതെ അവരാഗ്രഹിക്ക തുറമുഖത്ത് ചെന്നെത്തുവാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന സുന്ദരന്മാരെയും സുന്ദരിമാരെയും സിനിമാ നടികളെയും നടന്മാരെയും നമുക്ക് കാണുവാൻ കഴിയും. ഓരോ രാജ്യങ്ങളിലും നോക്കിയാൽ ഏറ്റവും സൗന്ദര്യമുള്ളവരെന്ന് ലോകം പുകഴ്ത്തിപ്പാടുന്ന ആരാധിക്കുന്ന കാണാൻ കൊതിക്കുന്നതായ ആളുകളുടെ ജീവിതത്തിൽ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവരുടെ സൗന്ദര്യം അവർക്ക് ശാപമായി മാറും. അങ്ങനെയാണ് അവരുടെ സൗന്ദര്യം. എങ്കിലും മനുഷ്യർ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ്, ഒരു സുന്ദരനെ എനിക്ക് വേണം, ഒരു സുന്ദരിയെ എനിക്ക് വേണം. ജീവിതത്തിലെ അസമാധാനത്തിൻ്റെ വലിയൊരു നീണ്ട ഒരു നിര തന്നെ, അനുഭവം തന്നെ നമുക്ക് വായിച്ച് കേട്ട് കണ്ടറിയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെയൊക്കെ ഇരിക്കലും നമ്മുടെ ഹൃദയത്തിൽ വല്ലപ്പോഴുമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും,
സർവശക്തനായ ദൈവം, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാൽ സിയോനിൽ നിന്ന് ശോഭിക്കുന്ന ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിൽ അയക്കുമ്പോൾ അല്പമൊക്കെ കാണാൻ യോഗ്യതയുള്ള ഒരുവനായി അയക്കണ്ടേ? അയച്ചില്ലല്ലോ. അതെന്താ കാര്യം? രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആരും ആഗ്രഹിക്കത്തക്കതായ സൗന്ദര്യമില്ലാത്ത ഒരു വ്യക്തിയായി ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ അയച്ചു. അവൻ്റെ സൗന്ദര്യവും അവൻ്റെ കോമളത്വവും അവൻ്റെ ലാവണ്യവും എല്ലാം അവൻ്റെ ഹൃദയത്തിൽ അവൻ മനുഷ്യരോട് വെച്ചിട്ടുള്ള സ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവം അവന് ദാനം ചെയ്തു. അവനുള്ളതായ ദൈവത്തിൻ്റെ സ്നേഹം അവൻ്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യത്തെ തിരിച്ചറിയുന്ന വ്യക്തികളാണ് അവന് വേണ്ടി മരിക്കുവാൻ ഇന്ന് തയ്യാറായി നിൽക്കുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, തിരുവചനത്തെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സുന്ദരന്മാരെയും സുന്ദരിമാരെയും നമുക്ക് കാണുവാൻ കഴിയും. സാറ കാണാൻ സുന്ദരിയായിരുന്നു. പക്ഷെങ്കിൽ അവളുടെ സൗന്ദര്യം, അവൾ ദൈവഭയം ഉള്ളവളായിരുന്നത് കൊണ്ട് ആ ദൈവഭയം അവളുടെ ഭർത്താവിനും അവളുടെ കൂടെ ഉണ്ടായിരുന്നതായ ആ ദേശക്കാർക്കൊക്കെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. യോസേഫിൻ്റെ കാര്യം ഒന്ന് നോക്കൂ. യോസേഫ് സുന്ദരനും കോമളനുമായിരുന്നെന്നാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെങ്കിൽ അവൻ്റെ സൗന്ദര്യത്തിൽ അവൻ ആശ്രയിക്കാതെ ദൈവം അവനിൽ കൊടുത്തതായ ചില ഉത്തരവാദിത്വമേൽ അവൻ ശ്രദ്ധ വെച്ചപ്പോൾ അവൻ്റെ സൗന്ദര്യ നിമിത്തം അവൻ മന്ത്രിസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് വന്ന് അവൻ ഒരു ജനതയ്ക്ക് മുഴുവനും ഇസ്രായേലിന് മുഴുവനും ആ തൻ്റെ കുടുംബത്തിനും തൻ്റെ ഗോത്രനും തൻ്റെ പിതാവിനും തൻ്റെ സഹോദരങ്ങൾക്കും ഒരു വംശത്തിന് മുഴുവനും രക്ഷകനായി ഭവിക്കുവാൻ അത് കാരണമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മോശ സുന്ദരനായിരുന്നു. പക്ഷെങ്കിൽ മോശയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മോശ അല്പം പോലും മേന്മ പോരാട്ടിയില്ല. അവൻ്റെ സൗന്ദര്യ നിമിത്തം അവനെ ജീവനോടെ രക്ഷിക്കുവാൻ അവൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സായി. അവനെ കൊന്നുകളയുവാൻ അവൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ വിചാരിച്ചു, ഇത്രയും സുന്ദരനായ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് കൊന്നുകളയുന്നത്? ആ സൗന്ദര്യം കണ്ടുകൊണ്ട് ഫറവോന്റെ പുത്രിമാരും അവനെ ദത്തെടുത്തു, കൊട്ടാരത്തിൽ വളർത്തി. അവൻ മുഖേന ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൻ്റെ അടിമത്തരത്തിൽ നിന്ന് വിടിവിക്കുവാൻ കാരണമായ ഒരു ദേഹിയായി തീർന്നു. അങ്ങനെ തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ ദാവീദിനെ സംബന്ധിച്ച് അവൻ കോമളനായിരുന്നു, കാണാൻ സുന്ദരനായിരുന്നു. ആട്ടിടയനായിരുന്നെങ്കിലും അവൻ വളരെയധികം ലാവണ്യമുള്ള, കാണുവാൻ പവിഴം പോലെ നിറമുള്ളവനായിരുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ ദാവീദ് തൻ്റെ സൗന്ദര്യത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ ഇസ്രായേലിന് ന്യായപാലനം ചെയ്യുവാൻ ദൈവത്താൽ എപ്പോഴും അംഗീകരിക്കപ്പെട്ട ഒരു മഹത്വമുള്ള വ്യക്തിയായി ദൈവസന്നിധിയിൽ അവൻ്റെ ജീവകാലം കഴിപ്പാൻ അവന് ഭാഗ്യമുണ്ടായി. എസ്തേറിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ എസ്തേർ ലാവണ്യമുള്ളവളായിരുന്നു, സൗന്ദര്യമുള്ളവളായിരുന്നു. എന്നാൽ അവളുടെ സൗന്ദര്യം കാരണം അവൾ രാജകൊട്ടാരത്തിൽ രാജ്ഞിയായി ഉയർത്തപ്പെട്ടെങ്കിലും അവളുടെ സൗന്ദര്യം ഒരിക്കൽ പോലും അവളുടെ രക്ഷയ്ക്കും അവളുടെ അഭിമാനത്തിനു വേണ്ടി അവൾ ഉപയോഗിച്ചില്ല. അവളുടെ സ്വജാതിക്കാർക്കുള്ള രക്ഷയ്ക്ക് വേണ്ടി അവളുടെ സൗന്ദര്യം ഉപയോഗിക്കണം, കാണപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചു, അങ്ങനെ നിശ്ചയിച്ചു. മൊർദെഖായി അവളോട് പറയുന്നത്, ഇത് ഈ കാലത്തിനായിട്ടല്ലോ ദൈവം നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്, ആർക്കറിയാം? ആ ചോദ്യത്തിൽ വളരെ അർത്ഥങ്ങളുണ്ട് പ്രിയരെ. എന്നാൽ സൗന്ദര്യമുള്ളവരിൽ ചിലർ അഹങ്കരിച്ചവരെ നമുക്കറിയാം. അബ്ശാലോമിനെ അറിയാം. അബ്ശാലോം തൻ്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, പക്ഷെങ്കിൽ അവൻ അവൻ്റെ നാശത്തിന് കാരണമായി തീർന്നു. ശലോമോൻ സൗന്ദര്യമുള്ളവനായിരുന്നു, പക്ഷെങ്കിൽ ആ സൗന്ദര്യം ഓരോ ദിവസം തോറും ദൈവസന്നിധിയിൽ നിന്ന് താണു പോകുവാൻ അതിന് കാരണമാക്കി തീർന്നു. ദൈവത്തിൻ്റെ കൃപ അവനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ സൗന്ദര്യം ദൈവത്തിൻ്റെ ദാനമാണെങ്കിലും ഈ സൗന്ദര്യം ദൈവത്താൽ അത് ഉപയോഗിക്കപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അത് ഏറ്റവും അനേകർക്ക് പ്രയോജനമുള്ള ഒരു കാര്യമായി ദൈവം അതിനെ ഉപയോഗിക്കുന്നു. എന്നാൽ സൗന്ദര്യത്തിൽ അഹങ്കരിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ താഴ്ച പ്രാപിക്കും, അവരുടെ ജീവിതത്തിൽ അസമാധാനം പ്രാപിക്കും. സുന്ദരിമാരായിട്ടുള്ള ഭാര്യമാരുടെ ഭവനത്തിൽ സമാധാനമില്ല, സുന്ദരന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരുടെ ഭവനത്തിൽ അസമാധാനം വഴികയാണ്. എന്നാൽ അവരുടെ സൗന്ദര്യം, ദൈവം എനിക്ക് തന്നതായ സൗന്ദര്യം, ഞാൻ ദൈവത്തിന് മഹത്വമുള്ളവനായിരിക്കണം എന്ന് കരുതുന്നവരുടെ സൗന്ദര്യത്തെ ദൈവം കരങ്ങളിലെടുത്ത് അനേകരുടെ ഉയർച്ചയ്ക്കും അനേകരുടെ ഉപകാരത്തിനും ഉദ്ധാരണത്തിനും വേണ്ടി അവരുടെ സൗന്ദര്യത്തെ ദൈവം യൂട്ടിലൈസ് ചെയ്യും, ഉപയോഗിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം.
അവനെക്കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രൂപഗുണം ഇല്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ഇഷ്ടപ്പെടുന്നതായ സൗന്ദര്യഭേദികളൊന്നും തനിക്കുണ്ടായിരുന്നില്ല. ആ വഴികളെല്ലാം ദൈവം അടച്ചു. അവനെ രൂപഗുണമില്ലാത്തവനായി, കണ്ടാൽ ഇഷ്ടപ്പെടാത്തവനായി, ഒരു യോഗ്യതയും ഇല്ലാത്തവനായി ദൈവം അവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അവന് കൊടുക്കേണ്ടതായ സൗന്ദര്യങ്ങളും അവന് കൊടുക്കേണ്ടതായ സ്നേഹങ്ങളും മുഴുവനും, ആ യോഗ്യതകളും കോമളത്വങ്ങളും മുഴുവനും അവൻ്റെ ഹൃദയത്തിൻ്റെ ഭിത്തികളിൽ ദൈവം അലങ്കാരങ്ങളായി വെച്ചു. ആ അലങ്കാരം കൊണ്ട് അവന് ലോകത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞു, ലോകത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ കഴിഞ്ഞു, അനേകർക്ക് വേണ്ടി അവൻ്റെ ജീവനെ അർപ്പിക്കുവാനുള്ളതായ ഒരു താഴ്മയുടെ സ്വഭാവം യേശുവിൽ കൊടുക്കപ്പെട്ടു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, ദൈവം നിനക്ക് തന്ന സൗന്ദര്യം നീ അഹങ്കാരത്തിന് ഉപയോഗിക്കുന്നോ, അസമാധാനത്തിന് ഉപയോഗിക്കുന്നോ, അതോ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായി ഉപയോഗിക്കുന്നുവോ? അനേകരുടെ സൗന്ദര്യ നിമിത്തം അനേക ജീവിതങ്ങൾ ഓരോ ദിവസം തോറും പാഴായിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവം നിനക്ക് തന്ന യോഗ്യതയും സൗന്ദര്യവും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ദൈവം നിന്നെ യോഗ്യതയില്ലാത്തവനായി, യോഗ്യതയില്ലാത്തവളായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിനങ്ങേപ്പുറത്ത് ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ വലിയൊരു സൗന്ദര്യം വച്ചിട്ടുണ്ട്. ആ സൗന്ദര്യത്തെ കാണുവാൻ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. നാം മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുവാനും ബഹുമാനിക്കപ്പെടുവാനുമുള്ളതായ അനേക വഴികൾ നമ്മുടെ മുൻപിൽ ദൈവം കവാടമായി തുറന്നു വെച്ചിട്ടാണ് ദൈവം നമ്മുടെ സൗന്ദര്യത്തെ എടുത്തു മാറ്റിയത്, നമ്മുടെ യോഗ്യതയെ എടുത്തു മാറ്റിയത്. അല്ല, ദൈവം നിനക്ക് യോഗ്യത തന്നിട്ടുണ്ടെങ്കിൽ, സൗന്ദര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് നിന്റെ നാശത്തിനായിട്ടല്ല, നിന്റെ കുടുംബത്തിൻ്റെ നാശത്തിനായിട്ടല്ല, നിന്റെ കുഞ്ഞുങ്ങളുടെ നാശത്തിനായിട്ടല്ല, അനേകരുടെ രക്ഷയ്ക്കും ഉദ്ധാരണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുവാനുള്ള ഒരു സമർപ്പണ ബോധത്തിന് വേണ്ടിയാണ് ദൈവം നിനക്ക് യോഗ്യതയും സൗന്ദര്യവും തന്നത്. നമ്മുടെ സൗന്ദര്യത്തിൽ നാം അഹങ്കരിച്ചാൽ ദൈവം ആ സൗന്ദര്യത്തെ നമ്മുടെ വീഴ്ചയ്ക്ക് കാരണമാക്കും. നമ്മുടെ യോഗ്യതയിൽ നാം ഉന്നത ഭാവം നടിച്ചാൽ ആ ഉന്നത ഭാവം നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായിത്തീരും, നാശത്തിന് കാരണമായിത്തീരും, നമ്മുടെ ജീവിതത്തിലെ സമാധാനം പൊയ്പോകുന്നതിനിടയായിത്തീരും. നാം പുറമേ കാണുന്ന സൗന്ദര്യത്തിലല്ല, അകത്തെ മനുഷ്യൻ്റെ സൗന്ദര്യത്തെ കാണുവാൻ തക്കണം. യേശുവിൽ ഉണ്ടായിരുന്നതായ ആ സൗന്ദര്യത്തെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് അകത്തെ മനുഷ്യൻ്റെ സൗന്ദര്യമാണ്, അകത്തെ മനുഷ്യൻ്റെ സ്നേഹമാണ്, അകത്തെ മനുഷ്യൻ്റെ ലാവണ്യമാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തുവാൻ തക്കവണ്ണം ഉള്ള ദൈവത്തെ, ഏത് സൃഷ്ടിയെയും ഇഷ്ടപ്പെടുന്നതായ ഒരു സ്നേഹം. ആ സ്നേഹത്തിന് അതിരുകളില്ല, ആ സ്നേഹത്തിന് ഒരു നിയമങ്ങളുമില്ല, ആ സ്നേഹത്തിന് എല്ലാ കവാടങ്ങളും തുറന്നിട്ടിരിക്കുന്നതായ ഒരു സ്നേഹം. ഏത് മനുഷ്യനെയും സ്വീകരിക്കുന്ന ഒരു സന്തോഷം, ആരോടും വേറുകൃത്യമില്ല. ഏത് രൂപഗുണമില്ലാത്തവരെയും, ഏത് സൗന്ദര്യമില്ലാത്തവരെയും, ഏത് കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെയും, ഏത് വിയർപ്പ് നാറുന്നവരെയും, ഏത് വലിയ മനുഷ്യരെയും, ഏത് യോഗ്യതയില്ലാത്തവരെയും യോഗ്യതയുള്ളവരെയും ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്നതായ സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകരപ്പെടുമ്പോൾ ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, സൗന്ദര്യമല്ല, രൂപഗുണമല്ല, ലാവണ്യമല്ല, ഒന്നുമല്ല, പരിശുദ്ധാത്മാവിൻ സന്തോഷമാണ്. ആ സന്തോഷം സകലത്തിലും സമാധാനം നൽകുന്ന ഒരനുഭവമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യം. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹാത്മ്യത്തെ തിരിച്ചറിയുന്നവർക്ക് മാത്രമേ ഈ ലോകത്തിൽ സമാധാനമുള്ള ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയുള്ളൂ, സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുള്ളൂ, സമാധാനത്തെ സുവിശേഷിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ അവരുടെ ജീവിതത്തിൽ പല അസമാധാനത്തിലും അസ്വസ്ഥതയിലും പട്ടുപോകുന്നതിനിടയായിത്തീരും. ദൈവം നിനക്ക് തന്ന യോഗ്യത ദൈവകരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുന്നവനായി, ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ സൗന്ദര്യമില്ലായ്മ ദൈവത്തെ സ്നേഹിപ്പാൻ നിന്നെ കൂടുതൽ നിർബന്ധിക്കുന്നതായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അവൻ നിന്നെയും സ്നേഹിക്കും, അവൻ നിന്നെ ഇഷ്ടപ്പെടും. തൻ്റെ ഹിതം പോലെ നിന്നെ ഉപയോഗിക്കുവാൻ മാനപാത്രമായി ദൈവം നിന്നെ ഉയർത്തുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.